സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചിരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അപൂർവ ധാതു ഇടനാഴി സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ധാതു സമ്പന്ന സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുകയാണ് ലക്ഷ്യം. ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കും ഇതുകൊണ്ട് നേട്ടമുണ്ടാകും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് ശേഷം നിരവധി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചുവെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. GST ആനുകൂല്യങ്ങൾ നടപ്പാക്കിയതും ലേബർ കോഡുകൾ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി നിരവധി പരിഷ്കരണങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ വളർച്ചയിൽ വലിയ പിന്തുണയും നൽകിയിട്ടുണ്ട്. ആഗോളതലത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. താരിഫ് പ്രതിസന്ധികളും ആഗോളതലത്തിൽ നടക്കുന്ന യുദ്ധമടക്കമുള്ള വെല്ലുവിളികളും തുടരുമ്പോൾ ഇന്ത്യയെ ഇറക്കുമതിയിൽ നിന്നുമുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിനുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.